ഹലോ, നമുക്കൊരു നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അധികം വെള്ളമൊന്നും ചേർക്കാതെ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? സവാള എടുക്കുക. സവാള എടുത്ത് അരിഞ്ഞ് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂപ്പിക്കുക. മൂത്ത സവാളയിലേക്ക് കറി ലീഫ്, ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് മാറ്റി വെക്കുക. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം ഇതിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഫ്രൈഡ് ഒണിയൻ ഇട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഒണിയൻ വറുത്തത് ഇട്ട് കൊടുക്കുക. പിന്നെ അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. കൊറിയാണ്ടർ ലീവ്സും ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിരുമ്മി അതൊന്ന് യോജിപ്പിക്കണം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് അത് ചെറിയ തീയിൽ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇളക്കി കൂട്ടി നന്നായിട്ട് ഇളക്കി കൂട്ടാം. മസാലകളെല്ലാം ഒന്ന് ചിക്കനിൽ ശരിക്ക് പിടിക്കണം. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം. ഒരു 5-8 മിനിറ്റ് ഇത് അടച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ഇതേപോലെ എണ്ണയെല്ലാം പിടിച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് മേലിൽ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇത് പത്തിരിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പോണ വഴി അറിയാൻ പറ്റില്ല. അവസാനം നമുക്കിത്തിരി കറി ലീഫും മല്ലിയിലേക്ക് ഇട്ട് നമുക്കൊന്ന് ചിക്കനെ ഒന്ന് അലങ്കരിക്കാം. ടേസ്റ്റിയായ സുന്ദരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുമാണ്. അധികം മസാലകളൊന്നുമില്ല. ടേസ്റ്റിയായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.